ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീച്ച് വന്നത് ഞാൻ കുറേ മയിലുകളെ കണി കണ്ടത്. എന്താ പറയുക, നേരെ നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8 മൈലോളം ഉണ്ടായിരുന്നു. അതിന് കുറേ പറന്ന് പോയിട്ട് 3 മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ഈ 8 മയിലുകളും കൂടിയിട്ട് ഒന്നിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിൽ 3 മാത്രമാണ് കേട്ടോ പീലി വിടർത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് എണ്ണത്തിനെ ഒന്നിച്ച് കണ്ടപ്പോഴേക്കും ഞാൻ നമ്മുടെ സനുവിനെയും കുഞ്ഞാറ്റിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ നേരം ആകുമ്പോഴേക്കും എല്ലാവരും പറന്ന് പോയിട്ടുണ്ടായിരുന്നു. അവസാനം 3 മാത്രമാണ് കേട്ടോ കാണാൻ പറ്റിയത്. പിന്നെ അതേ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുഞ്ഞൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊന്നുമല്ല. നമ്മളിവിടെ ചെറുതുരുത്തി തിരുപ്പൂർ കോട്ടയിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. കുട്ടികൾക്ക് വേണ്ട ഇന്നേഴ്സും ട്രൗസറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അതിനോടൊപ്പം തന്നെ ഏട്ടനെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസും പിന്നെ ഷർട്ടും അങ്ങനത്തെയൊക്കെ എടുക്കാനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ നമ്മളില്ലാത്തപ്പോൾ എടുക്കും. പക്ഷേ ഏട്ടനെ എടുത്തു കഴിഞ്ഞാലും ഏട്ടൻ ഡെയിലി പണിക്ക് പോകുമ്പോഴും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നാശമാവുന്നുണ്ട്. ഈ ഒരു ഏട്ടൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ട് ഞാൻ ബർത്ത്ഡേക്ക് എടുത്തു കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ അതാ ഏകദേശം ഇപ്പോൾ നാശമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ ജീൻസിന് ടോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഫുള്ള് ഷോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. ഇവിടെ മക്കൾക്ക് എത്ര ട്രൗസർ ഉണ്ടായാലും തികയില്ല. എന്താ പറയുക, നമ്മുടെ കുഞ്ഞാറ്റാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചിട്ട് എന്തായിട്ടോ ഈ ഡ്രസ്സുകൾ മാറൽ തന്നെയാണ് പണി. അപ്പോൾ രാവിലെ തന്നെ ഒരു 5-8 എണ്ണം മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് ട്രൗസറുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 10 എണ്ണം, 2 പേർക്ക് 5-5 എണ്ണമായിട്ട് ട്രൗസർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാ വിളിക്കണേ? തിരിയേട്ടാ തിരിയടോ. ഇതാണ് കേട്ടോ ട്രൗസർ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ട്രൗസറുകളായിരുന്നു, നല്ല വില കുറവായിരുന്നു. 10 ട്രൗസർ എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏട്ടന് ഒരു ക്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മുടെ ഇവിടെ അട്ടപ്പാടിയിലല്ലേ പേട്ടൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ പണിക്ക് ഇറങ്ങുമ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ ഈ തൊപ്പി കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ട്രൗസറും ആ ഒരു ക്യാപ്പ് മാത്രമാണ് കേട്ടോ തിരുപ്പൂർ കോട്ടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഏട്ടനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ പൂരൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എന്തായാലും ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ഷർട്ടുകളാണ് കേട്ടോ. ഒന്ന് ഈ നീലും പിന്നെ ഒന്ന് മറ്റേത് ബ്ലാക്കും. ആ നീല ഷർട്ട് എന്നിട്ട് അവസാനം എടുത്തിട്ട്, പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് ബ്ലാക്ക് ആയിരുന്നു. പാൻറ്റും കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് നമുക്ക് പാൻറ്റൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കയറിയത് നമ്മൾ സ്ഥിരം പോകുന്ന സേവ് ടൗണിലേക്കായിരുന്നു കേട്ടോ. ഈ ഒരു 3 ജോഡി എടുക്കാൻ വേണ്ടിയിട്ട് 3 കടയിലാണ് കേട്ടോ കയറിയത്. അതായത് കുട്ടികൾക്കുള്ള ട്രൗസർ ആണെങ്കിൽ ഒരു കടയിൽ നിന്ന്, ഏട്ടനെ ഒരു ഷർട്ട് എടുക്കാനും വേറൊരു കടയിൽ, പിന്നെ പാൻറ് എടുക്കാനും വേറൊരു കടയിൽ, അങ്ങനെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. എന്താ കണ്ടില്ലേ ഞങ്ങളുടെ ഉമ്മറം. വീട്ടിൽ വന്ന് കയറിയതും കണ്ട കോലാണ് കേട്ടോ. കുഞ്ഞാറ്റിയും സനുവും കൂടിയിട്ട് ഇവിടെ ഉമ്മറത്ത് ഫുള്ള് കപ്പും ഇതൊക്കെ എടുത്ത് മണ്ണിലും വെള്ളത്തിലും ഇരുന്ന് കളിക്കുകയായിരുന്നു. കുറച്ച് പുളിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2-3 ദിവസമായി നമ്മൾ വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്ന് അമ്മ ഇരുന്ന് കുരു കുത്തുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്, അടുപ്പാകെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ്. എന്താ പറയുക, പല കഷ്ണം പല സ്ഥലത്താണെന്ന് പറയില്ല. എത്ര വിറക് വെച്ചാലും അതിൽ തികയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പൊക്കെ ആകെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിൽ അങ്ങനെ നമ്മൾ കൂടുതലായിട്ടൊന്നും വെക്കാറില്ല. എന്നാൽ പോലും ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് വെക്കാറില്ല. ചോറ് എപ്പോഴും അടുപ്പത്ത് തന്നെയാണ് വെക്കാറ്. പിന്നെ ഗ്യാസ് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കൂട്ടാനായാലും ഇങ്ങനെ അടുപ്പത്ത് വെക്കാറുണ്ട്. പിന്നെ അതുപോലെ മീനൊക്കെ കുട്ടിക്കാലത്തിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സൈഡ് വൃത്തിയാക്കലാണ് കേട്ടോ ഇപ്പോൾ പണിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ അടുപ്പും വൃത്തിയാക്കണത്. അപ്പോൾ അതേ കുറച്ച് ചാണകമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചാണകമൊക്കെ തേച്ച് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ദിവസം കൂടി നല്ല പോലെ ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇനി അടുപ്പ് കത്തിക്കുള്ളൂ. ആരാ മണ്ണിൽ കളിച്ചേ? മണ്ണിൽ ആരാ കളിച്ചേ? ആരാ മണ്ണെടുത്തിട്ട് കളിച്ചത്? ഞാനും പിന്നെ ചേച്ചി. എനിക്ക് മണ്ണിൽ കളിക്കില്ല തന്നെ. പിന്നെ ആരാ? അമ്മയൊന്നും കളിച്ചില്ല. ആരാ? അതായത് നമ്മുടെ തിരുപ്പൂർ കോട്ടയിൽ നിന്ന് എടുത്ത ട്രൗസറാണ് കേട്ടോ. അത് നല്ല കുഞ്ഞാറ്റി കാണിച്ചപ്പോൾ അത്യാവശ്യം എല്ലാം നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സനു ആയിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് അവൾ ഇരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് സംസാരിച്ചിട്ട് അവളിപ്പോൾ അത്യാവശ്യം നല്ലപോലെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അന്നത്തെ ഒരു ദിവസം ഫുള്ള് ബിസി ഡേ തന്നെയായിരുന്നു കേട്ടോ.
നമുക്കിപ്പോൾ പൂരാണ് അങ്ങനെയല്ല, അല്ലെങ്കിലും ഇപ്പോൾ വിശേഷം ഉണ്ടോ ഇല്ലെങ്കിലും നമുക്ക് എന്നും ഒരേപോലെ തന്നെ പണി ഒഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഏട്ടൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട്. പക്ഷെ പോസ്റ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനും കുറച്ച് ലേറ്റ് ആയിന്ന് മാത്രം. സാനുക്കുട്ടീനെ സ്കൂളിലേക്ക് വിടാത്ത ദിവസമാണ് കേട്ടോ. അവൾക്ക് കാണിച്ചാൽ ഭയങ്കര ഒരു ക്ഷീണം, ചെറുതായിട്ടൊരു ചൂട് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സനു കുറച്ച് നേരം കൂടി പോയി കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റി കാണിച്ചാൽ അവളെ നീപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയല്ലേ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്.